നമ്മെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ സുദിനമാണ് നമ്മുടെ ക്രിസ്മസിൻ്റെ ആഘോഷം. വൈദികരും വൈദികരുടെ കുടുംബങ്ങളും നമ്മൾ ഒരുമിച്ച് ഇന്ന് ഈ ആഘോഷം നടത്തുമ്പോൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവം നമുക്ക് നൽകിയ പുണ്യത്തെ ഓർത്ത്, നമ്മുടെ മാതാപിതാക്കന്മാരും സഹോദരന്മാരെ ഓർത്ത് വൈദികർ നന്ദി പറയുമ്പോൾ നമ്മുടെ വൈദിക പൗരോഹിത്യത്തെ ഓർത്ത് നന്ദി പറയുന്ന നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് എന്നും നമ്മുടെ കൂടെ താങ്കളായിട്ടുള്ള അവരെല്ലാവരും വളരെ നന്ദിയോടെ ദൈവത്തിന് നമ്മുടെ സ്തുതികീർത്തനം ആലപിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഏറ്റവും ധന്യമായി തീരുകയാണ്. അക്കാലത്ത് സോറായിൽ ദാൻഗോത്രക്കാരനായ മനോവ എന്നൊരാളുണ്ടായിരുന്നു. അവന്റെ ഭാര്യ വന്ധ്യയായിരുന്നു. അവൾക്ക് മക്കളില്ലായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ദിനത്തിൽ സഖറിയ എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു. ഈ പള്ളിയിൽ ഇപ്പോൾ കാണുന്ന കാഴ്ച പ്രിയപ്പെട്ട അച്ഛന്മാരും പിതാവും മാതാപിതാക്കളും ഒരുമിച്ച് കുർബാന അർപ്പിക്കുന്നു. ഈ നല്ല കാഴ്ച കാണുന്നതിന് അനുവാദം തന്ന ദൈവത്തിന് നന്ദി. വലിയ കുടുംബത്തെ സമർപ്പിച്ച് പ്രവർത്തിക്കുന്നു. ആഗോള കത്തോലിക്ക സഭയിൽ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ സഭയെ വിശുദ്ധിയിൽ നയിക്കുവാൻ സഭാ കുടുംബാംഗത്തിലെ നാഥനായ ഫ്രാൻസിസ് പാപ്പയെ പരിശുദ്ധാത്മാവ് ശക്തിയാൽ ഇറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏറ്റവും വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും കൂടെ പൂർത്തിയാക്കുവാനും രൂപതയാക്കുകയും ഭൗതികമായി വളർച്ചയിലേക്ക് നയിക്കുവാനുമെന്നും കൃപാവരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ദൈവം തങ്ങൾക്ക് നൽകിയ മക്കളെ വൈദിക ജീവിതത്തിനായി സമർപ്പിച്ച എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടി ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിലൂടെ പരിത്യാഗത്തിലൂടെ ജീവന്മാരിലൂടെ ഇന്നും ഞങ്ങൾക്ക് പ്രചോദനവും ശക്തിയുമായി നിലകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും അങ്ങയുടെ സ്നേഹത്താൽ പരിരക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വാത്സല്യനിധിയായ ദൈവമേ, യേശുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുവാൻ ഒരുങ്ങുന്ന ഈ അവസരത്തിൽ രക്ഷകന്റെ വരവിനായി കാത്തിരുന്നവർ ആഗ്രഹിച്ചതുപോലെ ലോകം മുഴുവനും സമാധാനവും സന്തോഷവും അനുഭവിക്കുവാനും പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും എന്നും നിലനിൽക്കുവാനും അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, സ്വന്തം ജീവിതം ഒരു ബലിയായി അർപ്പിച്ചു
തങ്ങളുടെ ദൗത്യം നിർവഹിച്ചു ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാ വൈദികരെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന അവരെ അങ്ങ് വാഗ്ദാനം നൽകിയ നിത്യ സമ്മാനം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോസഫ് മെയിലും ജീസസ് ആരാണെന്ന് ഇപ്പോൾ അനൗൺസ് ചെയ്യും. നല്ലൊരു കൈയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. കുട്ടിയുടെ അപ്പനും അമ്മയും അപ്പച്ചൻ 2 വർഷം മുമ്പായിട്ട്